ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഇലത്തോരനാണ്. ഇത് എന്ത് ഇല കൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്ന ആർക്കും അധികം ഇഷ്ടമൊന്നുമില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ. വേറൊന്നുമല്ല, ആനത്തുമ്പയാണ്. തൊട്ടാൽ ചൊറിയുന്നത് കൊണ്ട് ആർക്കും ഇതിന് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ട് തോരൻ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുമ്പളത്തിൻ്റെ ഇലയ്ക്കില്ലേ, അതുകൊണ്ട് തോരൻ വയ്ക്കുന്ന അതേ ടേസ്റ്റാണ്. സ്വാദ് മാത്രമല്ല കേട്ടോ, ഒട്ടധികം ഔഷധ ഗുണങ്ങൾ ഈ ചെടിക്കുണ്ട്. അപ്പോൾ ഈ പത്തിലക്കറികളൊക്കെ വെക്കുമ്പോൾ അതിലൊരു ഇല ഈ തുമ്പയിലാണ് കേട്ടോ. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരാണ്. കൊടിത്തൂവ, തഴുതണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇത് പറിക്കുമ്പോൾ ചെറിയ ചൊറിച്ചിലുണ്ടാവും. ഗ്ലൗസ് ഇട്ടിട്ട് പറിച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം നന്നായി ഒലമ്പി കഴുകിയ പിന്നെ ചൊറിച്ചിലുണ്ടാവില്ല. കുറച്ച് കഷ്ടപ്പെട്ടാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇലക്കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ പറമ്പിലൊക്കെ ചുറ്റി നടന്ന് കുറേ തുമ്പയില പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് വെള്ളം തുറന്നിട്ട് നന്നായിട്ട് ഒലമ്പി കഴുകണം. അതിനുശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കഴുകി കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ല കേട്ടോ. അല്ലെങ്കിലും പൊട്ടിക്കുമ്പോഴായാലും നേരിയ ചൊറിച്ചിലേ ഉള്ളൂ. ഇലയുടെ അടിഭാഗമാണ് കേട്ടോ ചൊറിയുക. ഇപ്പോൾ ഇതാ ഫുള്ളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 20ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 7-8 കാന്താരിമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു കടായി അടുപ്പിലോട്ട് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇലക്കറികളൊക്കെ വയ്ക്കാൻ കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കാന്താരിമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇനി വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഇതാ വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, നമ്മൾ കാന്താരി മുളക് ചേർത്തിട്ടുണ്ടല്ലോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇലക്കറികളിൽ മഞ്ഞൾപ്പൊടി ചേർക്കരുതെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പൊടി ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിലും വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ കൂടിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം കുറേ ഉണ്ടായിരുന്നു, വെന്ത് വന്നപ്പോൾ കണ്ടു വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എനിക്ക് തേങ്ങ ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തുമ്പയില വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. കർക്കിടക മാസത്തിൽ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത് കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.